ആരതിയുടെ കയ്യും പിടിച്ച് കോടതിയിൽ നിന്നിറങ്ങി മുന്നോട്ട് നടക്കവേ അജിത്തിന് മനസ്സ് നിറഞ്ഞു തുളുമ്പുന്ന സന്തോഷമായിരുന്നു. പരിസരം മറന്ന് അജിത്തിനെ തന്നെ നോക്കിക്കൊണ്ട് ആരതി നടന്നു. തന്നെ ഇത്രയും സ്നേഹിക്കുന്ന ഒരാളെയാണല്ലോ ഒരു സമയത്ത് ഉപേക്ഷിച്ചു കളഞ്ഞത് എന്ന കുറ്റബോധം അവളുടെ കണ്ണുകൾ നനയിച്ചു. സ്വന്തമെന്ന് പറയാൻ ആരുമില്ല, ഇനി മുന്നോട്ടൊരു ജീവിതമില്ല, എല്ലാം അവസാനിച്ചു എന്ന് മനസ്സിലുറപ്പിച്ചിരുന്ന ഇടത്തുനിന്ന് പുതിയൊരു ജന്മം നൽകിയാണ് അജിത്ത് ആരതിയെ കൂടെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. അവൻ അവളെയും കൊണ്ട് നേരെ പോയത് അവൻ്റെ വീട്ടിലേക്കാണ്. ദൂരെ നിന്നും അവർ രണ്ടുപേരും വരുന്നത് അവരുടെ വരവും കാത്ത് സിറ്റൗട്ടിലിരുന്ന അമ്മ കണ്ടു. അവർ സന്തോഷത്തോടെ എഴുന്നേറ്റ് അകത്തേക്ക് പോയി ഒരു നിലവിളക്കും കത്തിച്ചെടുത്ത് തിരികെ വന്നു. ആ നിലവിളക്ക് അമ്മ ആരതിക്ക് നേരെ നീട്ടി. ആരതി വിളക്ക് വാങ്ങാൻ ഒന്നമാന്തിച്ചു. ആരതി, നീ എന്താ ചിന്തിച്ചു നിൽക്കുന്നത്? വേഗം അമ്മയുടെ കയ്യിൽ നിന്ന് ആ വിളക്ക് വാങ്ങി അകത്തേക്ക് കയറിക്കോ, അജിത്ത് ഒരു ചെറു പുഞ്ചിരിയോടെ അവളോട് പറഞ്ഞു. ആരതി അജിത്തിൻ്റെയും അമ്മയുടെയും മുഖത്തേക്ക് മാറി മാറി നോക്കി. മോള് പേടിക്കണ്ട, അന്നത്തെ പോലെ നിന്നെ പാതി വഴിയിൽ ഇറക്കി വിടാനല്ല. എൻ്റെ മോൻ്റെ ഭാര്യയായി എന്നും ഈ വീട്ടിൽ കഴിയണമെന്ന് ആഗ്രഹിച്ചാണ് അമ്മ ഈ നിലവിളക്ക് മോൾക്ക് തന്ന് അകത്തേക്ക് ക്ഷണിക്കുന്നത്. കേറി വാ, അമ്മ സ്നേഹത്തോടെ ആരതിയെ വിളിച്ചു. അവൾ ആ നിലവിളക്ക് വാങ്ങി വലതുകാൽ വച്ച് അകത്തേക്ക് കയറി. ഇതെല്ലാം കണ്ടുകൊണ്ട് ഇഷ്ടപ്പെടാതെ, എന്നാൽ മറ്റൊന്നും പറയാൻ നിൽക്കാതെ അച്ഛൻ ഹാളിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ആരതിയെ വീട്ടിലാക്കിയ ശേഷം ജോലി സംബന്ധമായ എന്തോ ആവശ്യത്തിന് അജിത്ത് പുറത്തേക്ക് പോയി. ആരതി എന്തൊക്കെയോ ചിന്തയിൽ മുഴുകി അജിത്തിൻ്റെ റൂമിൽ നിൽക്കുമ്പോൾ അമ്മ റൂമിൽ കയറി വന്നു. മോളെ, നിനക്ക് നല്ല ക്ഷീണം കാണും, ഒരു കാര്യം ചെയ്യ്, ഒന്ന് കുളിച്ചിട്ട് വാ, അമ്മ ഭക്ഷണം എടുത്തു വയ്ക്കാം, അത് കഴിച്ചിട്ട് കുറച്ചു നേരം ഒന്ന് കിടന്നുറങ്ങിക്കോ, അപ്പോഴേക്കും അജിത്ത് തിരികെ വരും എന്ന് പറഞ്ഞ് അമ്മ ആരതിക്കിടാനുള്ള വസ്ത്രങ്ങളും കുളിച്ചു തോർത്താനുള്ള ടവലും സോപ്പുമെല്ലാം എടുത്ത് കയ്യിൽ കൊടുത്തു. ആരതി ഒരമ്പരപ്പോടെ അമ്മയെ നോക്കി. മോളെന്താ എന്നെ ഇങ്ങനെ നോക്കുന്നേ? ഇതൊന്നും ഞാൻ വാങ്ങി വെച്ചതല്ല, അവൻ വാങ്ങി വെച്ചതാണ്. മോളുടെ പേരിലുള്ള കേസിൽ മോള് നിരപരാധിയാണെന്ന് തെളിയിച്ച് കോടതിയിൽ നിന്ന് ഇന്ന് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റുമെന്ന് അവന് നല്ല ആത്മവിശ്വാസമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതെല്ലാം അവൻ മുൻകൂട്ടി വാങ്ങി വെച്ചതാ, അമ്മ പറഞ്ഞു. അതുകൂടി കേട്ടപ്പോൾ ആരതിക്ക് ഒരു നിമിഷം പോലും പിടിച്ചു നിൽക്കാനായില്ല. അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അമ്മയെ കെട്ടിപ്പിടിച്ചു. അമ്മ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് സമാധാനിപ്പിച്ചു. ആരതി കണ്ണുകൾ തുടച്ചുകൊണ്ട് അമ്മയെ നോക്കി. അത് അമ്മേ, ആരതി പറയാൻ തുടങ്ങിയതും അമ്മ തടഞ്ഞു. വേണ്ട മോളെ, നീ പറയാൻ വരുന്നത് എന്താണെന്ന് എനിക്കറിയാം. നീ തെറ്റൊന്നും ചെയ്തിട്ടില്ല എങ്കിലും കുറ്റവാളി, ജയിൽവാസി എന്നൊക്കെ പേര് കേട്ടവളാണെന്നും എൻ്റെ മോൻ്റെ ഭാര്യയാവാനും ഈ കുടുംബത്തിൽ വന്നു കയറാനും അർഹതയില്ലാത്തവളാണെന്നും എന്നൊക്കെയല്ലേ? എൻ്റെ മോളെ, നീ കഴിഞ്ഞതെല്ലാം ഒരു ദുസ്വപ്നം പോലെ കണ്ടു മറക്കണം. മറ്റൊന്നിനെ പറ്റിയും ചിന്തിക്കണ്ട. എൻ്റെ മോനും ഞാനും നിന്നെ സ്നേഹിക്കുന്നിടത്തോളം കാലം ഒരു രാജകുമാരിയെപ്പോലെ നീ ഇവിടെ ജീവിക്കും. അത് അമ്മയുടെ വാക്കാണ് എന്ന് പറഞ്ഞ് അവളെ സമാധാനിപ്പിച്ച് അമ്മ റൂമിൽ നിന്ന് പുറത്തേക്ക് പോയി. ആരതി കുളിക്കാനും കയറി. മറുവശത്ത് അജിത്ത് തൻ്റെ ഓഫീസിലിരുന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കെ ഒരു കൂട്ടം ആൾക്കാർ അജിത്തിൻ്റെ ഓഫീസ് റൂമിലേക്ക് ഇടിച്ചു കയറി. അത് MLAയും അയാളുടെ പാർട്ടി പ്രവർത്തകരുമായിരുന്നു. നീ എൻ്റെ മോനെ കേസിൽപ്പെടുത്തും അല്ലേടാ? കയറി വന്ന പാടെ MLA അജിത്തിന് നേരെ പൊട്ടിത്തെറിച്ചു. മകൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ കേസിൽപ്പെടുത്താതെ എന്ത് ചെയ്യാൻ പറ്റും? അജിത്ത് പരിഹസിച്ച് ചോദിച്ചു. നിന്റെ തോളത്ത് IPS പട്ടം ഉണ്ടെന്ന് കരുതി അധികം ഞെളിയല്ലേ? ഇത് എൻ്റെ നാടാ, ഞാൻ വയ്ക്കുന്നതാ ഇവിടെ നിയമം. ഒരു കോടതിയും എൻ്റെ മോനെ ശിക്ഷിക്കാനായിട്ടില്ല. നിനക്ക് നിന്റെ തൊപ്പിയും അത് വെക്കാൻ നിന്റെ തലയും വേണമെങ്കിൽ ഈ കേസന്വേഷണം അവസാനിപ്പിച്ച് ഈ നാട് വിടാൻ നോക്ക്, MLA ഭീഷണിയുടെ സ്വരത്തിൽ അജിത്തിനോട് പറഞ്ഞു. തൊപ്പിയുടെയും തലയുടെയും കാര്യം പറഞ്ഞ് പേടിപ്പിക്കാൻ നിൽക്കല്ലേ, അതൊന്നും എൻ്റെ അടുത്ത് ചെലവാവില്ല. അധികം ഭീഷണിയൊന്നും ഇങ്ങോട്ട് വേണ്ട. തനിക്ക് ചെയ്യാൻ പറ്റുന്നത് താൻ ചെയ്യ്. പിന്നെ ഒരു കാര്യം കൂടി, മകനെ മാത്രമല്ല
അച്ഛൻ MLA സാറിനെ കൂടി കുടുക്കാനുള്ള ആയുധവും ഞാൻ ഇതിനോടകം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഒരുപാടുണ്ടല്ലോ തട്ടിപ്പിൻ്റെയും വെട്ടിപ്പിൻ്റെയും ചരിത്രം. അതുകൊണ്ട് മകനെ രക്ഷിക്കാൻ തുനിഞ്ഞിറങ്ങുന്നതിന് മുൻപ് സ്വയം രക്ഷിക്കാനുള്ള തയ്യാറെടുപ്പും കൂടി തുടങ്ങിക്കോ, അജിത്ത് വെല്ലുവിളിയുടെ സ്വരത്തിൽ പറഞ്ഞു. അജിത്തിൻ്റെ സംസാരം MLA ദുർബലനാക്കി. അയാൾ ഒന്ന് ഭയന്നു. പക്ഷെ അത് പുറത്തു കാണിക്കാൻ നിൽക്കാതെ ഞാൻ നിനക്ക് കാണിച്ചു തരാടാ എന്ന് പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങിപ്പോയി. അയാൾ പോയ ശേഷം അജിത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ റൂമിലേക്ക് വിളിച്ച് ഒരു ഫയൽ കൈമാറി. ശേഷം എത്രയും പെട്ടെന്ന് ഈ ഫയൽ മുഖ്യമന്ത്രിക്കും കേന്ദ്രത്തിലേക്കും അയക്കണമെന്ന് ആവശ്യപ്പെട്ടു. MLAയുടെ കുറ്റകൃത്യങ്ങളും തെളിവുകളും അടങ്ങിയ ഫയലുകളായിരുന്നു അത്. ജോലികളെല്ലാം നിർവഹിച്ച ശേഷം അജിത്ത് തിരികെ വീട്ടിലെത്തി. ആരതി അപ്പോഴും ജലാനിക്കരികിൽ നിന്ന് പുറത്തേക്ക് നോക്കി എന്തോ ചിന്തയിൽ മുഴുകിയിരിക്കുകയായിരുന്നു. അജിത്ത് പതിയെ അടുത്തേക്ക് വന്ന് ആരതി എന്ന് വിളിച്ചു. അവൾ തിരിഞ്ഞു നോക്കി. താൻ എന്താ ചിന്തിച്ചു നിൽക്കുന്നത്? ഭക്ഷണമൊക്കെ കഴിച്ചോ? അജിത്ത് ചോദിച്ചു. കഴിച്ചു, ആരതി ഇടറിയ ശബ്ദത്തിൽ പറഞ്ഞു. ഓക്കെ, ഞാൻ ആകെ ടയേർഡാണ്, ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം, താനൊന്ന് വെയിറ്റ് ചെയ്യേ എന്ന് പറഞ്ഞ് അജിത്ത് കുളിക്കാൻ കയറി. ആരതി ജനാലയ്ക്കരികിൽ നിന്ന് പതിയെ നടന്നു വന്ന് ബെഡിലിരുന്നു. അവളുടെ മുഖത്ത് നല്ല ടെൻഷനും പേടിയും ഉണ്ടായിരുന്നു. അജിത്ത് കുളി കഴിഞ്ഞ് ഇറങ്ങി വന്ന ശേഷം ആരതിയുടെ മുഖം ശ്രദ്ധിച്ചു. അവൻ അവൾക്കരികിലേക്ക് വന്നിരുന്നു. തനിക്കിത് എന്തു പറ്റിയിടോ? താൻ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? അവൻ ചോദിച്ചു. അജിത്ത്, സന്ദീപും അവൻ്റെ അച്ഛനുമൊക്കെ ദുഷ്ടന്മാരാണ്. എനിക്ക് നല്ല പേടിയുണ്ട് അവർ അജിത്തിനെ ഉപദ്രവിക്കുമോ എന്ന്, ആരതി ഭയത്തോടെ പറഞ്ഞു. ഹേയ്, അങ്ങനെയൊന്നുമില്ല. ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനല്ലേ, അതും ഈ കേസിൻ്റെ അന്വേഷണ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ. അതുകൊണ്ട് എന്നെ തൊടാൻ അവർ ഒന്നും മടിക്കും. കാരണം എന്നെ തൊട്ടാൽ കേസ് അവർക്ക് നേരെ തിരിയുമെന്ന് അവർക്ക് തന്നെ അറിയാം. ഈ ഒരവസ്ഥയിൽ അവർ എന്നെയും തന്നെയും ഒന്നും ചെയ്യാൻ സാധ്യതയില്ല. താൻ പേടിക്കണ്ടടോ, ധൈര്യമായിട്ടിരിക്കെ. അവൻ ആരതിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് അവളുടെ തോളിൽ കൈവച്ചു. ആരതി അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. അപ്പോഴേ അതൊക്കെ പോട്ടെ, നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കണ്ടേ? ദേ ഇപ്പോൾ ഈ നിമിഷം ഒരു താലി കെട്ടി തന്നെ എൻ്റെ ഭാര്യയാക്കാൻ ഞാൻ റെഡിയാ, അജിത്ത് സന്തോഷത്തോടെ പറഞ്ഞു. ആരതി അജിത്തിൻ്റെ കൈ തോളിൽ നിന്ന് പതിയെ എടുത്തു മാറ്റി. അത് ഇപ്പോൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കണ്ട അജിത്ത്, ആരതി പറഞ്ഞു നിർത്തി. അതെന്താടോ താനിപ്പോൾ അങ്ങനെ പറയുന്നേ? പേടിച്ചിട്ടാണോ? പേടിയാണോ എന്ന് ചോദിച്ചാൽ അതെ, പേടിയുണ്ട്. അത് എന്നെക്കുറിച്ച് ഓർത്തല്ല, ഞാൻ കാരണം അജിത്തിന് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന പേടിയാണ് എനിക്ക്. അജിത്ത്, ഞാനൊരു കാര്യം പറഞ്ഞാൽ അത് മനസ്സിലാക്കുകയും എതിർത്തൊന്നും പറയാതെ അംഗീകരിക്കുകയും വേണം. എന്താടോ? താൻ പറ. അത് അമ്മ എന്നോട് കുറച്ചു മുമ്പ് നമ്മുടെ വിവാഹകാര്യത്തെപ്പറ്റി ചോദിച്ചിരുന്നു. അജിത്തിനെ വിവാഹം കഴിക്കുന്നത് എൻ്റെ ഒരു സ്വപ്നമാണ്. നിന്റെ താലി കഴുത്തിൽ വീഴുന്നത് പോലെ ഒരു സൗഭാഗ്യം എനിക്ക് വേറെ കിട്ടാനില്ല. പക്ഷേ അതിപ്പോൾ വേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ പൂർണ്ണമായിട്ടും കുറ്റവിമുക്തയായ ശേഷം മതി. ഒരിക്കലും ഒരു കുറ്റവാളിയാണ് അജിത്തിൻ്റെ ഭാര്യയെന്ന് ലോകം പറയരുത്. അങ്ങനെ ഒരു കളങ്കം അജിത്തിൻ്റെ പേരിൽ വരുന്നതിനോട് എനിക്ക് താല്പര്യമില്ല, ആരതി പറഞ്ഞു നിർത്തി തേങ്ങിക്കരയാൻ തുടങ്ങി. അജിത്ത് അവളെ സമാധാനിപ്പിച്ചു. എനിക്ക് മനസ്സിലായി, നീ കുറ്റവിമുക്തയായി വന്നതിന് ശേഷം മതി നമ്മുടെ വിവാഹം. അതെൻ്റെ പേരിൽ ഒരു കളങ്കമാവുമെന്ന് പേടിച്ചിട്ടല്ല. തെറ്റൊന്നും ചെയ്യാതെ അങ്ങനെയൊരു പഴി ചുമന്നുകൊണ്ട് നിൽക്കേണ്ടി വന്ന തൻ്റെ മാനസിക സംഘർഷം മനസ്സിലാക്കിയിട്ടാണ്. എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് സമാധാനത്തോടെ ഒരു ജീവിതത്തിലേക്ക് കടന്നാൽ മാത്രമേ ഒരു സംതൃപ്തി ഉണ്ടാകൂ. നമ്മുടെ ജീവിതം അങ്ങനെ തുടങ്ങിയാൽ മതി. അവർ അങ്ങനെ കുറേ നേരം സംസാരിച്ചിരുന്ന് രാത്രി ഉറങ്ങാൻ സമയമായപ്പോൾ തൻ്റെ റൂമിൽ ഉറങ്ങിക്കോളാൻ ആരതിയോട് പറഞ്ഞ് അജിത്ത് മറ്റൊരു റൂമിൽ കിടക്കാൻ പോയി. പിറ്റേന്ന് നേരം പുലർന്നത് ഞെട്ടിക്കുന്ന ഒരു വാർത്തയോടെയായിരുന്നു. അജിത്ത് കണ്ടെത്തി തയ്യാറാക്കി അയച്ച MLAക്കെതിരായിട്ടുള്ള ഫയലുകൾ പരിശോധിച്ച ശേഷം MLA രാജിവെക്കാൻ മന്ത്രിതലത്തിൽ നിന്ന് ഉത്തരവ് വന്നിരിക്കുന്നു. ഇന്നത്തെ പത്രത്തിലും വാർത്തയിലും ഇതുതന്നെ വിഷയം. MLAയുടെ തട്ടിപ്പും വെട്ടിപ്പും മറ്റു കുറ്റകൃത്യങ്ങളിൽ ഉള്ള പങ്കും പോരാത്തതിന് മകനെതിരെ തിരിഞ്ഞ കേസുമെല്ലാം കീറിമുറിച്ച് ചർച്ച ചെയ്ത് മാധ്യമങ്ങൾ വിഷയം കൊഴുപ്പിക്കുന്നുണ്ട്. വേറെ വഴികളൊന്നുമില്ലാതെ MLA പദവി രാജിവെക്കേണ്ടി വന്നു.
ഈ സംഭവമെല്ലാം അറിഞ്ഞ ശേഷവും തൻ്റെ ശത്രുക്കളെ ഒരുപടി തളർത്താൻ കഴിഞ്ഞതിൻ്റെ വിജയഭാവമോ ആഹ്ലാദമോ അജിത്തിന് തോന്നിയില്ല. മറിച്ച് ഒരു പഴുതുമില്ലാതെ പൂർണ്ണമായും അവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാനുള്ള തിരക്കിട്ട തയ്യാറെടുപ്പിലാണ് അജിത്ത്. MLA രാജിവെച്ച ശേഷം അയാളെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ടു. ഇത് മനസ്സിലാക്കി അയാൾ ഒളിവിൽ പോയി. കൃത്യങ്ങളുടെ ഗൗരവം കണക്കിലെടുത്ത് പോലീസ് അയാളെ കണ്ടെത്താൻ വേണ്ടി ഊർജിതമായി അന്വേഷണം നടത്തി. ഈ സംഭവ വികാസങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കെ അങ്ങനെ ആരതിയുടെ കേസിൻ്റെ അവസാന വിധി പറയുന്ന ദിവസം വന്നെത്തി. അജിത്ത് കണ്ടെത്തി കോടതിയിൽ സമർപ്പിച്ച തെളിവുകളെല്ലാം സന്ദീപ് കുറ്റവാളിയാണെന്ന് തെളിയിക്കുന്നതായിരുന്നു. പോരാത്തതിന് സന്ദീപും ആശയും തമ്മിൽ രഹസ്യബന്ധവും പണമിടപാടും ഉണ്ടായിരുന്നു എന്ന് അറിയാവുന്ന മറ്റൊരു സാക്ഷിയെ കൂടി അജിത്ത് കോടതിയിൽ ഹാജരാക്കി. കൊല്ലപ്പെട്ട ആശയുടെ ഭർത്താവിൻ്റെ സഹോദരിയായിരുന്നു ആ സാക്ഷി. സ്നേഹസമ്പന്നനായ ഭർത്താവ് മരിച്ച ശേഷം ഭർത്താവിൻ്റെ വീട്ടുകാരും മറ്റു ബന്ധുക്കളും ഒരുപാട് നിർബന്ധിച്ചിട്ടും മറ്റൊരു വിവാഹത്തിനെപ്പറ്റി ചിന്തിക്കുക പോലും ചെയ്യാതിരുന്ന ആശ സന്ദീപ് എന്ന ചെറുപ്പക്കാരനുമായി പ്രണയത്തിലായ വിവരവും വിവാഹം കഴിക്കാൻ താല്പര്യമുള്ള കാര്യവും കൂട്ടുകാരിയെപ്പോലെ കണ്ടിരുന്ന ഭർത്താവിൻ്റെ സഹോദരിയെ അറിയിച്ചിരുന്നു. എന്നാൽ ഒരു ഘട്ടത്തിൽ സന്ദീപിൻ്റെ സ്വഭാവം മോശമാണെന്ന് ആശ സഹോദരിയെ അറിയിച്ചു. പണം മുഴുവൻ കൈക്കലാക്കിയ ശേഷം സന്ദീപ് തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമോ എന്ന് ആശ ഭയപ്പെട്ടിരുന്നതായും അവൾ തന്നോട് പറഞ്ഞിരുന്നു. ഈ വിവരമെല്ലാം അവർ കോടതിയിൽ ഏറ്റുപറഞ്ഞു. തെളിവിനായി റെക്കോർഡ് ചെയ്തു വെച്ചിരുന്ന ആശയുമായിട്ടുള്ള ഫോൺ സംഭാഷണങ്ങളും മെസ്സേജുകളും കോടതിയിൽ ഹാജരാക്കി. ഇതിനെക്കുറിച്ച് മുൻപ് പുറത്തു പറയാതിരുന്നത് എന്തുകൊണ്ടാണെന്ന കോടതിയുടെ ചോദ്യത്തിന് സന്ദീപിൻ്റെ അച്ഛൻ്റെ പിടിപാടുകൾ അറിയാവുന്നതുകൊണ്ടും സത്യം പുറത്തു പറഞ്ഞാൽ തന്നെയും തൻ്റെ കുടുംബത്തെയും അവർ എന്തെങ്കിലും ചെയ്യുമോ എന്ന ഭയം കൊണ്ടാണ് എന്ന് അവർ ഏറ്റുപറഞ്ഞു. എല്ലാ തെളിവുകളുടെയും സാക്ഷിമൊഴികളുടെയും അടിസ്ഥാനത്തിൽ സന്ദീപ് കുറ്റക്കാരനാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു. കോടതി ശിക്ഷ വിധിച്ചു. ഒരു പിഞ്ചു കുഞ്ഞിനെ ഉൾപ്പെടെ ഒരു കുടുംബത്തിലെ 3 പേരെ കൊലപ്പെടുത്തിയ ശേഷം തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിച്ചതിനു കൂടി മരണം വരെ കഠിന തടവിന് കോടതി അവനെ ശിക്ഷിച്ചു. കൂടാതെ ചെയ്ത കുറ്റം മറച്ചുവെച്ച് നിരപരാധിയായ ഒരു പെൺകുട്ടിയെ സമൂഹത്തിനു മുന്നിൽ തെറ്റുകാരിയാക്കി ഒരു കുറ്റവാളിയായി ചിത്രീകരിച്ചു. അതിന്മേൽ ആ പെൺകുട്ടിക്കുണ്ടായ മാനനഷ്ടത്തിന് ഒരു നല്ല തുക നഷ്ടപരിഹാരമായി സന്ദീപ് നൽകണമെന്നും കോടതി ഉത്തരവിട്ടു. ആരതിയെ കുറ്റവിമുക്തയാക്കി വെറുതെ വിടുകയും ചെയ്തു. അവൾക്ക് ആ നിമിഷം വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷത്തിലാണ് കോടതി മുറിയിൽ നിന്ന് ആരതി പുറത്തേക്കിറങ്ങിയത്. തൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊരു ദിവസം ഉണ്ടായിരിക്കുമെന്ന് ഒരിക്കലും അവൾ കരുതിയിരുന്നില്ല. എല്ലാം ഒരു സ്വപ്നം പോലെയാണ് അവൾക്ക് തോന്നുന്നത്. എല്ലാം അവസാനിച്ചു എന്ന് കരുതിയെടുത്തു നിന്ന് വീണ്ടും ഒരു പുനർജന്മം ഉണ്ടായതുപോലെ. അതിനെല്ലാം കാരണം അവളുടെ പ്രാണനായ അജിത്ത്. അവളുടെ കണ്ണുകൾ അവനു വേണ്ടി ചുറ്റും പരതി. ദൂരെ മാറി ആരതിയുടെ വക്കീലുമായി സംസാരിച്ചു നിൽക്കുന്ന അജിത്തിനെ അവൾ കണ്ടു. ഒരു നിമിഷം പോലും വൈകാതെ അവൾ അവൻ നിൽക്കുന്ന ദിശയിലേക്ക് ഓടി. അവൻ്റെ അടുത്തെത്തിയ ശേഷം ആരതി അവനെ തന്നെ നോക്കി നിന്നു. അജിത്ത് വക്കീലുമായുള്ള സംസാരത്തിന് ശേഷം കൈകൊടുത്ത് വക്കീലിനെ യാത്രയാക്കി. ശേഷം തിരിഞ്ഞു നോക്കിയതും നിറഞ്ഞ കണ്ണുകളോടെ ചുണ്ടിലൊരു ചെറു പുഞ്ചിരിയോടെ നിൽക്കുന്ന ആരതിയെ കണ്ടു. അവൻ ആരതിയുടെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് എന്താ എന്ന് ചോദിക്കുന്ന രീതിയിൽ പുരികം രണ്ടും മുകളിലേക്ക് ഉയർത്തി. മനസ്സിൽ നിറഞ്ഞു തുളുമ്പുന്ന സ്നേഹവും സന്തോഷവും പ്രകടിപ്പിക്കാൻ മറ്റു മാർഗമില്ലാതെ അവൾ അവനെ ഇറുക്കി കെട്ടിപ്പിടിച്ചു. അപ്രതീക്ഷിതമായി അവൾ കെട്ടിപ്പിടിച്ചപ്പോൾ അജിത്ത് ഒന്നമ്പരന്നു. അവൻ പരിസരമെല്ലാം കണ്ണോടിച്ചു നോക്കി. ശേഷം അവളുടെ തലയിലൊന്ന് തലോടിക്കൊണ്ട് ചെവിയിൽ പതുക്കെ പറഞ്ഞു, എടോ, ഇത് കോടതി പരിസരമാണ്, എല്ലാവരും നമ്മളെ ശ്രദ്ധിക്കുന്നു. അത് കേട്ട് ഉടനെ കൈവിട്ട് അവൾ അല്പം മാറി നിന്നു. ഒരുപാട് നന്ദിയുണ്ട് നിന്നോട്. അതെങ്ങനെ പറയണമെന്നോ എൻ്റെ സന്തോഷം എങ്ങനെ പ്രകടിപ്പിക്കണമെന്നോ എനിക്കറിയില്ല. അതുകൊണ്ടാ ഞാൻ കെട്ടിപ്പിടിച്ചത്. നീ ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം ആ ജയിലഴിക്കുള്ളിൽ തീർന്നേനെ. ആരതി വിങ്ങലോടെ പറഞ്ഞു. താനെന്താടോ ഇങ്ങനെ? നന്ദിയൊക്കെ പറഞ്ഞ് എന്നെ ഒരു അന്യനാക്കല്ലേ. നിരപരാധിയായ തൻ്റെ ഭാര്യയെ ഏതോ ഒരുത്തൻ വന്ന് കുറ്റവാളിയാക്കാൻ ശ്രമിച്ചപ്പോൾ ഒരു പോലീസുകാരനായ ഭർത്താവ് കണ്ടോണ്ട് നിൽക്കുമോ? അവൻ അവൻ്റെ ജോലി ചെയ്ത് ഭാര്യയെ രക്ഷിച്ചു. അങ്ങനെയാണ് ഞാൻ ഇതിനെയെല്ലാം കാണുന്നത്. എന്താ അങ്ങനെയല്ലേ? അജിത്ത് ചോദിച്ചു. ആരതി ഒരു അമ്പരപ്പോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. താനെന്താടോ എന്നെ ഇങ്ങനെ നോക്കുന്നേ? ഭാര്യ ഭർത്താവ് എന്നൊക്കെ പറഞ്ഞതുകൊണ്ടാണോ? ഞാൻ തന്നെ വിവാഹം കഴിച്ചിട്ടില്ല, എങ്കിലും താൻ എന്നും എൻ്റെ മനസ്സിൽ എൻ്റെ ഭാര്യ തന്നെയാണ് എന്ന് പറഞ്ഞ് അജിത്ത് ചിരിച്ചു. കൂടെ ആരതിയും.
അവർ അങ്ങനെ സന്തോഷം പങ്കിട്ടുകൊണ്ടിരിക്കെ സന്ദീപിനെ ജയിലിലേക്ക് കൊണ്ടുപോകാൻ വിലങ്ങണിയിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നു. അജിത്തും ആരതിയും വിജയിച്ച സംതൃപ്തിയോടെ തലയുയർത്തി നോക്കി നിൽക്കെ തോറ്റുപോയവന്റെ ജാള്യതയോടെ തല താഴ്ത്തി സന്ദീപ് ജയിലിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ ആരതിയും അജിത്തും തിരികെ വീട്ടിലെത്തി. കേസിൽ നിന്നെല്ലാം പൂർണ്ണമായും കുറ്റവിമുക്തയായതോടെ ആരതി വിവാഹത്തിന് സമ്മതം മൂളി. അമ്മ ഉടനെ തന്നെ ഒരു നല്ല മുഹൂർത്തം നോക്കി ആർഭാടമൊന്നുമില്ലാതെ അവരുടെ വിവാഹം നടത്താമെന്ന് തീരുമാനിച്ചു. അമ്മ ജ്യോത്സ്യനെ കണ്ട് ഒരു നല്ല തീയതി കുറിപ്പിച്ചു. ഇനി 10 ദിവസം കൂടി കഴിഞ്ഞാൽ വിവാഹമാണ്. ഡ്രസ്സ് എടുക്കലും സ്വർണം വാങ്ങലും അടുത്ത കുറച്ച് ബന്ധുക്കളെ ക്ഷണിക്കലും എല്ലാം കൂടെ ആകെ തിരക്ക് പിടിച്ച ദിവസങ്ങൾ. എല്ലാവരും വിവാഹ തിരക്കിൽ ഓടി നടക്കുമ്പോൾ അജിത്തിൻ്റെ അച്ഛൻ എല്ലാം കണ്ടുകൊണ്ട് മാറി നിൽക്കുകയായിരുന്നു. ഇത് ആരതി ശ്രദ്ധിച്ചു. അവൾ അച്ഛനോട് സംസാരിക്കാമെന്ന് തീരുമാനിച്ച് അച്ഛൻ്റെ മുറിയിലേക്ക് ചെന്നു. അച്ഛ, വളരെ സ്നേഹത്തോടെ അവൾ വിളിച്ചു. അച്ഛൻ കേൾക്കാത്ത മട്ടിലിരുന്നു. അവൾ വീണ്ടും വിളിച്ചു. എന്തു വേണം എന്ന് ചോദിച്ച് അയാൾ ആക്രോശിച്ചു. അച്ഛൻ ഇപ്പോഴും എന്നോട് ദേഷ്യമാണോ? ആരതി ഇടറിയ ശബ്ദത്തിൽ ചോദിച്ചു. എനിക്ക് ആരോടെങ്കിലും ദേഷ്യം ഉണ്ടായാൽ എന്ത്, ഇല്ലെങ്കിൽ എന്ത്? അതിനൊക്കെ ഇവിടെ ആർക്കാ ഛേദം? എൻ്റെ അഭിപ്രായത്തിനും ഇഷ്ടങ്ങൾക്കും ഇവിടെ ആര് വില കൽപ്പിക്കുന്നില്ല. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു പട്ടിയുടെ വില പോലും ഇല്ല എനിക്ക് ഈ വീട്ടിൽ. അങ്ങനെയൊക്കെ ആരാ പറഞ്ഞത് അച്ഛനോട്? അങ്ങനെയൊന്നുമില്ല. എല്ലാവരും അച്ഛനെ സ്നേഹിക്കുന്നുണ്ട്, ബഹുമാനിക്കുന്നുണ്ട്. അച്ഛൻ്റെ അഭിപ്രായങ്ങൾക്ക് ഈ വീട്ടിൽ എല്ലാവരും വില കൽപ്പിക്കുന്നുണ്ട്. ആരതി അച്ഛനെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. സ്വന്തം മകനും ഭാര്യയും തരാത്ത ബഹുമാനവും സ്നേഹവും എനിക്ക് ആര് തരുമെന്നാ നീ ഈ പറയുന്നത്? ആർക്കും എന്നെ വേണ്ട. ഞാനൊരു ദുഷ്ടനല്ലേ? അങ്ങനെയൊന്നുമല്ല അച്ഛാ. അതൊക്കെ അച്ഛൻ്റെ തോന്നലാ. അച്ഛനെ എല്ലാവർക്കും വേണം. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അപ്പോഴത്തെ ദേഷ്യത്തിലായിരിക്കും. അച്ഛൻ അതെല്ലാം മറന്ന് ക്ഷമിക്കണം. ഇവിടെ നടക്കുന്ന എല്ലാ ചടങ്ങിലും പങ്കെടുക്കണം. ഒരു അന്യനെ പോലെ അച്ഛൻ മാറി നിൽക്കുന്നത് കാണാൻ വയ്യാത്തോണ്ടാ ഞാൻ ഈ പറയുന്നത്. അച്ഛൻ ഒരിക്കൽ പറഞ്ഞതുപോലെ എനിക്ക് സ്വന്തമെന്ന് പറയാൻ ആരുമില്ല. അജിത്തിൻ്റെ അമ്മയും അച്ഛനെയും ഞാൻ എൻ്റെ സ്വന്തം അമ്മയും അച്ഛനും ആയിട്ടാണ് കാണുന്നത്. നിങ്ങൾക്കൊരു വിഷമം വന്നാൽ അത് എൻ്റെ കൂടി വിഷമമാണ്. അതുകൊണ്ട് കഴിഞ്ഞതെല്ലാം മറന്ന് അച്ഛൻ എല്ലാത്തിനും പങ്കുചേരണം. ആരതിയുടെ സൗമ്യമായ സംസാരം കേട്ട് അച്ഛൻ ഒരു അത്ഭുതത്തോടെ അവളെ നോക്കിയിരുന്നു. നിനക്കെന്നോട് ദേഷ്യമില്ലേ ഒരു തരി പോലും? അന്ന് അത്രയും വേദനിപ്പിച്ചിട്ടല്ലേ ഞാൻ നിന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത്? എത്ര മോശമായിട്ടാണ് ഞാൻ നിന്നോട് പെരുമാറിയതും സംസാരിച്ചതും. എത്രമാത്രം നിന്നെ ഞാൻ അപമാനിച്ചു. അതിനെല്ലാമുള്ള പ്രതികാരം എന്നതുപോലെ ഈ വീട്ടിൽ ഞാൻ ഇങ്ങനെ ഒറ്റപ്പെട്ട് ഒരു വിലയുമില്ലാതെ ഇരിക്കുന്നത് കാണുമ്പോൾ നീ ഉള്ളിൽ സന്തോഷിക്കുകയായിരിക്കുമെന്നാ ഞാൻ കരുതിയത്. അയ്യോ, ഒരിക്കലുമില്ല. അങ്ങനെ ഒരാളുടെ ദുഃഖത്തിൽ സന്തോഷം കണ്ടെത്താൻ എനിക്ക് കഴിയില്ല. ഞാനത് ശീലിച്ചിട്ടില്ല. അച്ഛൻ അന്ന് എന്നോട് പറഞ്ഞതെല്ലാം ഞാൻ മറന്നു. എനിക്ക് അച്ഛനോട് ഒരു തരി പോലും ദേഷ്യമില്ല. അച്ഛൻ എന്നെ ഇഷ്ടമല്ലെങ്കിൽ ഒരിക്കലും എന്നെ സ്നേഹിക്കണമെന്ന് ഞാൻ പറയില്ല. പക്ഷേ അച്ഛൻ എന്നെ ഇഷ്ടമല്ലാത്തതിൻ്റെ പേരിൽ എനിക്കിനിയും അജിത്തിനെ വിട്ടു പോകാൻ കഴിയില്ല. ഒരു തവണ അങ്ങനെ ഒരു തെറ്റ് ചെയ്ത് ഒരുപാട് ദുഃഖിക്കേണ്ടി വന്നവളാണ് ഞാൻ. എന്നെ ഓർക്കണ്ട, പക്ഷേ സ്വന്തം മകനെ ഓർത്ത് അച്ഛൻ എല്ലാ കാര്യങ്ങളിലും പങ്കുചേരണം. ഇതെൻ്റെ അപേക്ഷയാണ് എന്ന് പറഞ്ഞ് ആരതി റൂമിൽ നിന്നും പോയി. കുറേ നേരം ചിന്തിച്ചിരുന്ന ശേഷം അച്ഛന് ഓരോന്നോർത്ത് പതിയെ കുറ്റബോധം തോന്നിത്തുടങ്ങി. എങ്ങനെ നോക്കിയാലും തെറ്റുകൾ തൻ്റെ ഭാഗത്താണ്. ഇത്രയൊക്കെ കാട്ടിക്കൂട്ടിയിട്ടും കൈവിട്ട് കളയാതെ ഒരു കുറവുമില്ലാതെ അവർ എന്നെ നോക്കുന്നുണ്ട്. ഇനിയുള്ള കാലമെങ്കിലും ആർക്കും ഒരു ബുദ്ധിമുട്ടുമുണ്ടാക്കാതെ തൻ്റെ തെറ്റുകൾ തിരുത്തി ജീവിക്കണമെന്ന് അച്ഛന് തോന്നി. അങ്ങനെ വിവാഹ ദിവസം വന്നെത്തി. വധുവും വരനും രാവിലെ തന്നെ റെഡിയായി ക്ഷേത്രത്തിലേക്ക് പുറപ്പെടാൻ തയ്യാറെടുത്തു. അച്ഛൻ ചടങ്ങുകൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ഓടി നടന്ന് ആത്മാർത്ഥമായി ചെയ്യുന്നത് കണ്ട് അജിത്തിൻ്റെ അമ്മയ്ക്ക് അത്ഭുതം തോന്നി. കണ്ടു നിന്നവർക്കും പെട്ടെന്ന് അച്ഛൻ്റെ മാറ്റം വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ക്ഷേത്രത്തിലേക്ക് യാത്ര പുറപ്പെടും മുൻപ് അച്ഛൻ്റെ അമ്മയുടെയും അനുഗ്രഹം വാങ്ങുന്ന ചടങ്ങുണ്ടായിരുന്നു. അജിത്തും ആരതിയും ദക്ഷിണ കൊടുത്ത് രണ്ടുപേരുടെയും കാലിൽ വീണ് വണങ്ങി. അച്ഛൻ രണ്ടുപേരുടെയും തലയിൽ കൈവച്ച് ആത്മാർത്ഥമായി അനുഗ്രഹിച്ചു. ആരതിക്ക് വളരെ സന്തോഷമായി. അജിത്ത് ഇത് എൻ്റെ അച്ഛൻ തന്നെയാണോ എന്ന ഭാവത്തിൽ അച്ഛൻ്റെ മുഖത്തേക്കും അമ്മയുടെയും ആരതിയുടെയും മുഖത്തേക്ക് മാറി മാറി നോക്കി. എന്തോ അവനത് പെട്ടെന്ന് ഉൾക്കൊള്ളാനായില്ല. അനുഗ്രഹം വാങ്ങാൻ ചെല്ലുമ്പോൾ ഒരു പുച്ഛഭാവമോ അവഗണനയോ ആണ് അജിത്ത് അവിടെ പ്രതീക്ഷിച്ചത്.
എല്ലാ ചടങ്ങും കഴിഞ്ഞ് ക്ഷേത്രത്തിലേക്ക് പോകാൻ കാറിൽ കയറുന്നതിന് മുമ്പ് അജിത്ത് അതിനെപ്പറ്റി രഹസ്യമായി അമ്മയുടെ ചെവിയിൽ ചോദിച്ചു. അമ്മേ, അച്ഛനിത് എന്തു പറ്റി? പെട്ടെന്നെന്താ ഒരു മാറ്റം? ഇനി ഇതിനു പിന്നിൽ എന്തെങ്കിലും ദുരുദ്ദേശമുണ്ടോ? എനിക്കറിയില്ല മോനെ. ഇന്നലെ അച്ഛൻ്റെ റൂമിൽ ചെന്ന് ആരതി മോൾ എന്തൊക്കെയോ അച്ഛനോട് സംസാരിക്കുന്നത് കണ്ടിരുന്നു. അതിനുശേഷം പിന്നെ അച്ഛൻ ഇങ്ങനെയാ. ഹേ, ആരതിയോ? ഷടാ, അച്ഛൻ ഇങ്ങനെ മാറാൻ അയാൾ എന്തായിരിക്കും അച്ഛനോട് പറഞ്ഞിട്ടുണ്ടാവുക? അജിത്ത് ആകാംക്ഷയോടെ അമ്മയോട് ചോദിച്ചു. എനിക്കറിയില്ല, നീ മോളോട് തന്നെ ചോദിക്ക്. അമ്മ ഡോർ തുറന്ന് കാറിൽ കയറി. അജിത്ത് കാറിൽ കയറിയ ശേഷം ആരതിയോട് ഈ വിവരം തിരക്കി. താൻ എന്നാലും എന്ത് പറഞ്ഞിട്ടാടോ എൻ്റെ അച്ഛനെ മാറ്റിയെടുത്തത്? ഞാൻ പറഞ്ഞതുകൊണ്ടൊന്നുമല്ല അച്ഛൻ മാറിയത്. ഓരോ അനുഭവങ്ങളിലൂടെയല്ലേ മനുഷ്യർക്ക് മാറ്റം ഉണ്ടാവുന്നത്. അതുപോലെ ഇപ്പോഴത്തെ ചില സാഹചര്യത്തിലൂടെ കടന്നുപോയപ്പോൾ അച്ഛന് സ്വന്തം തെറ്റുകൾ മനസ്സിലായി. സ്വാഭാവികമായും അത് തിരുത്തണമെന്ന് അച്ഛന് തോന്നിക്കാണും. അതിൽ എൻ്റെ ഇടപെടൽ ഒരു ചെറിയ പങ്ക് വഹിച്ചു കാണും. അത്രയേ ഉള്ളൂ. എന്തായാലും ശരി, എല്ലാം കലങ്ങി തെളിഞ്ഞല്ലോ. അച്ഛനും കൂടി മാറിയ സ്ഥിതിക്ക് നമ്മുടെ വീടിനി ഒരു സ്വർഗമായിരിക്കും. ദുഃഖങ്ങളുടെ കാലം കഴിഞ്ഞ് സന്തോഷത്തിൻ്റെ ദിവസങ്ങളാണ് ഇനി മുന്നോട്ടെന്ന് എനിക്ക് തോന്നുന്നു, അജിത്ത് മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടെ പറഞ്ഞു. മറുവശത്ത് ഒളിവിൽ പോയ MLAക്ക് അജിത്തിനോടും ആരതിയോടും കടുത്ത വൈരാഗ്യം തോന്നിയിരുന്നു. തൻ്റെ മകനെ ജയിലിലാക്കി, തൻ്റെ MLA സ്ഥാനം നഷ്ടപ്പെടുത്തി, സമൂഹത്തിലുണ്ടായിരുന്ന നിലയും വിലയും ഇല്ലാതാക്കി, നാണം കെടുത്തി. ഇനി തൻ്റെ ജീവിതവും ജയിലഴിക്കുള്ളിലാണെന്ന് മനസ്സിലാക്കിയ അയാൾ തോറ്റുകൊടുക്കാൻ മനസ്സനുവദിക്കാതെ ആരതിയെയോ അജിത്തിനെയോ അവരിൽ ആരെങ്കിലും ഒരാളെ ഇല്ലാതാക്കണമെന്ന് പ്ലാനിട്ടു. അതിനു പറ്റിയ അവസരങ്ങൾക്ക് വേണ്ടി അയാൾ കാത്തിരുന്നു. അപ്പോഴാണ് അജിത്തിൻ്റെയും ആരതിയുടെയും വിവാഹകാര്യത്തെപ്പറ്റി അറിയുന്നത്. ഈ അവസരം മുതലാക്കാൻ അയാൾ തീരുമാനിച്ചു. സാർ, അജിത്തിൻ്റെ കാർ വിവാഹം നടക്കുന്ന ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. MLAയുടെ ഒരു സഹായി അയാൾ താമസിക്കുന്ന താവളത്തിൽ കയറി വന്ന് പറഞ്ഞു. നീ അന്വേഷിച്ചോ ക്ഷേത്രത്തിൽ പോലീസ് അകമ്പടി വല്ലതുമുണ്ടോ എന്ന്? MLA ചോദിച്ചു. ഞാൻ അന്വേഷിച്ചു. പോലീസ് അകമ്പടിയൊന്നുമില്ല. അധികം ആൾക്കാരെയും ക്ഷണിച്ചിട്ടില്ല. ചെറിയ രീതിയിൽ ഒരു വിവാഹ ചടങ്ങാണ് നടക്കുന്നത്, സഹായി പറഞ്ഞു. എന്നാൽ ഇതുതന്നെ അവസരം. നീ ഒരു കാര്യം ചെയ്യ്. വേഗം ആരുടെയും കയ്യിൽപ്പെടാതെ അവിടെ എത്താൻ എനിക്കൊരു വണ്ടി അറേഞ്ച് ചെയ്. സാർ, അത് വേണോ? ചെറുതായിട്ടൊന്ന് പാളിപ്പോയാൽ വിചാരിച്ചത് നടക്കുകയുമില്ല. സാർ പോലീസിൻ്റെ പിടിയിലുമാകും. പിന്നീട് എപ്പോഴെങ്കിലും ഒരു നല്ല അവസരം കിട്ടുന്നതുവരെ കാത്തിരുന്നുകൂടെ? അത് പറ്റില്ല. ഇതിലും നല്ല അവസരം ഇനി എപ്പോൾ കിട്ടുമെന്നാ? ഞാൻ ചത്തിട്ടോ? അവനും അവൾക്കും ഒന്നിച്ചു ജീവിക്കാൻ വേണ്ടിയല്ലേ ഇത്രയും കഷ്ടപ്പെട്ട് കേസ് തെളിച്ച് എൻ്റെ മോനെ ജയിലിലാക്കിയത്, എന്നെ ഈ അവസ്ഥയിലെത്തിച്ചത്. അങ്ങനെ ഇപ്പോൾ അവർ ജയിക്കാൻ ഞാൻ സമ്മതിക്കില്ല. വിവാഹം കഴിക്കാൻ പോകുന്നു, കഴിക്കട്ടെ. പക്ഷേ ഒരുമിച്ച് ജീവിക്കാൻ അവനെയും ഞാൻ അനുവദിക്കില്ല. രണ്ടിലൊരാൾ ഇന്നെൻ്റെ പിച്ചാത്തിപ്പിടിയിൽ തീരും. നീ വേഗം പോയി വണ്ടി എടുക്കടാ, അയാൾ ആക്രോശിച്ചു. മറുവശത്ത് ഇതൊന്നും അറിയാതെ വിവാഹിതരാകാൻ പോകുന്ന സന്തോഷത്തിലാണ് അജിത്തും ആരതിയും. അവർ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. വിവാഹത്തിനുള്ള ചടങ്ങുകളെല്ലാം പുരോഗമിച്ചു. മുഹൂർത്തമായി. അച്ഛൻ താലി എടുത്തു നൽകി. അജിത്ത് ആരതിയുടെ കഴുത്തിൽ താലി ചാർത്തി. വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് അജിത്തും ആരതിയും വിവാഹിതരായി. ഇതെല്ലാം അവിടെ എത്തിച്ചേർന്ന MLAയും സഹായികളും മറഞ്ഞുനിന്ന് വീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഒരവസരത്തിനായി അവർ കാത്തുനിന്നു. വിവാഹ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ ശേഷം എത്തിച്ചേർന്നവർക്ക് സദ്യ കൊടുക്കാനുള്ള അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ എന്തായി എന്നറിയാൻ അച്ഛൻ സദ്യാലയത്തിലേക്ക് നടന്നു. ഈ സമയം ഒരു മരത്തിൻ്റെ മറവിൽ 2 പേര് മറഞ്ഞു നിന്ന് സംസാരിക്കുന്നത് അച്ഛൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. 2 പേരുടെയും പെരുമാറ്റം പന്തിയല്ലെന്ന് തോന്നിയതുകൊണ്ട് അച്ഛൻ അവർ അറിയാതെ പതിയെ അവരുടെ അടുത്തേക്ക് ചെന്നു. അവരുടെ സംസാരം ശ്രദ്ധിച്ചു. ഇതുതന്നെ അവസരം. എല്ലാവരും ആഘോഷത്തിൽ മുഴുകിയിരിക്കുകയാണ്. നീ പോയി ഒരു പ്രശ്നമുണ്ടാക്കി അജിത്തിൻ്റെ ശ്രദ്ധ തിരിക്കണം. ആ അവസരം നോക്കി ഞാൻ കാര്യം നടത്തിക്കോളാം. MLA സഹായിക്ക് നിർദ്ദേശം കൊടുത്ത് പറഞ്ഞു വിട്ടു. അയാൾ മുന്നോട്ട് നടന്നു. സഹായി മുന്നോട്ട് നടക്കാൻ തുടങ്ങിയതും MLA അയാളുടെ അരയിൽ നിന്ന് ഒരു കത്തി ഊരി കയ്യിൽ മുറുക്കെ പിടിച്ചു. ഇതെല്ലാം മാറി നിന്ന് കേൾക്കുകയും കാണുകയും ചെയ്ത അച്ഛൻ വല്ലാതെ ഭയക്കാൻ തുടങ്ങി. എന്ത് ചെയ്യണമെന്നറിയാതെ പതറി.
പെട്ടെന്ന് ഒരു ഒച്ചയും ബഹളവും. MLA പറഞ്ഞു വിട്ട സഹായി അജിത്തിൻ്റെ അടുത്തു ചെന്ന് പ്രശ്നമുണ്ടാക്കാൻ തുടങ്ങി. എല്ലാവരുടെയും ശ്രദ്ധ അവിടേക്ക് തിരിഞ്ഞു. അവസരം മുതലാക്കി MLA മുന്നോട്ട് കുതിച്ചു. എന്താണ് നടക്കുന്നതെന്നറിയാതെ ഭയന്ന് മാറി നിന്ന ആരതിക്ക് നേരെ കത്തിയുമായി അയാൾ ചാടി വീണു. അയാളെ ആ സമയം അവിടെ വെച്ച് കണ്ട ആരതി ഭയന്ന് നോക്കി നിന്നു. അയാൾ ക്രൂരമായി ചിരിച്ചുകൊണ്ട് ആരതിയുടെ നെഞ്ചിലേക്ക് ഉന്നം വെച്ച് കത്തി ആഞ്ഞു വീശി. അടുത്ത നിമിഷം ആരതിയുടെ ഒച്ചത്തിലുള്ള നിലവിളി. എല്ലാവരും ഭയന്ന് അങ്ങോട്ടേക്ക് നോക്കി. കത്തി നെഞ്ചിലേക്ക് തറച്ചു കയറി രക്തം തുള്ളിത്തുള്ളിയായി തറയിലേക്ക് വീണു തുടങ്ങി. അജിത്തും അമ്മയും ഒച്ചത്തിൽ നിലവിളിച്ച് ആരതിയുടെ അടുത്തേക്ക് ഓടിയെത്തി. തൻ്റെ ലക്ഷ്യം നിറവേറ്റിയ സന്തോഷത്തിൽ തലയുയർത്തി നോക്കിയ MLA കണ്ടത് ആരതിയെ ആയിരുന്നില്ല. തൻ്റെ ലക്ഷ്യത്തിൽ എത്തും മുന്നേ ഒരു തടസ്സമായി കത്തിമുനയിലേക്ക് വന്നു കയറിയത് അജിത്തിൻ്റെ അച്ഛനായിരുന്നു. പകച്ചുപോയ അയാൾ കത്തിയിൽ നിന്ന് കൈവിട്ട് പുറകിലേക്ക് മാറി. അച്ഛൻ പിടഞ്ഞു താഴേക്ക് വീണു. തക്കം നോക്കി രക്ഷപ്പെടാൻ തുടങ്ങിയ MLA അവിടെ ഉണ്ടായിരുന്നവർ പിടിച്ചുകെട്ടി. അജിത്ത് ഓടി വന്ന് അച്ഛനെ വാരിയെടുത്ത് മടിയിലേക്ക് കിടത്തി. "അച്ഛാ, അച്ഛാ," അവൻ ഉച്ചത്തിൽ വിളിച്ചു. അച്ഛൻ പതിയെ കണ്ണുകൾ തുറന്നു. "മോനെ" എന്ന് അജിത്തിൻ്റെ മുഖത്തേക്ക് നോക്കി അച്ഛൻ വിളിച്ചു. ചെയ്തു കൂട്ടിയ കാര്യങ്ങളോർത്തുള്ള കുറ്റബോധവും ക്ഷമാപണവും കൂടെ കുറച്ചുനാൾ മകനെയും കുടുംബത്തെയും സ്നേഹിച്ച് കഴിയണമെന്ന ആഗ്രഹവും പ്രതീക്ഷയുമൊക്കെ ആ കണ്ണുകളിൽ തിളങ്ങുന്നതുപോലെ അജിത്തിന് തോന്നി. പക്ഷേ ഒരു പ്രതീക്ഷയും ബാക്കി വയ്ക്കാതെ അച്ഛൻ മരണത്തിന് കീഴടങ്ങി. തന്നെ രക്ഷിക്കാൻ സ്വന്തം ജീവൻ കൊടുത്ത അച്ഛൻ ആരതിയുടെ മനസ്സിൽ ഒരു വിങ്ങലായി. അച്ഛൻ്റെ ജീവനറ്റ ശരീരം വാരിപ്പുണർന്ന് അജിത്ത് ഉറക്കെ കരഞ്ഞു. കണ്ടുനിന്നവർക്കും ആ കാഴ്ച സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല.